ഇന്നത്തെ യാത്ര വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കർണാടക അതിർത്തി പങ്കിടുന്ന ബ്രഹ്മഗിരി മലനിരകളായ കമ്പമല, കരിമല, വരടിക മലനിരകളാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ്. പരമാത്മാവായ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായി വടക്കൻ മലബാറിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത്. എല്ലാ ദിവസവും ഇവിടെ ബലി അർപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. എന്നിരുന്നാലും മലയാള മാസങ്ങളായ കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകൾ ബലിതർപ്പത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു. ദക്ഷിണ കാശി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി നേടുമെന്നും അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നുമാണ് വിശ്വാസം. അരികത്തുള്ള പാപനാശിനി എന്ന അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നതാണ് ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ. ഈ ക്ഷേത്ര ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിനെ സമർപ്പിച്ചുവെന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതതെന്നുമാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും മലനിരകൾ ബ്രഹ്മഗിരി എന്ന് അറിയപ്പെടുന്നത് എന്നുകൂടെ പറയുന്നു. വേറൊന്ന്, മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് നടക്കുമ്പോൾ അവരൊരു പുരാതന ക്ഷേത്രം കാട് പിടിച്ചു കിടക്കുന്നത് കണ്ടു. വിശപ്പകറ്റിയതിനു ശേഷം ഒരു അശരീരി അവർ കേൾക്കുകയുണ്ടായി. ബ്രഹ്മസ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റു സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു. ഇതിനാൽ അവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നുമാണ് മറ്റൊരു ഐതിഹ്യം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാൻ കഴിയുന്നുണ്ട്. നെല്ലിമരത്തിൽ ലക്ഷ്മി നാരായണ സ്വാമിയുടെ സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു.